ഹലോ ഫ്രണ്ട്സ്, സിമ്പിളായിട്ട് ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് അടിപൊളി ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ വീഡിയോസൊക്കെ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഫ്രെയിം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ വേണം. അതായത് ഐസ്ക്രീം സ്റ്റിക്കിനേക്കാളും കുറച്ച് വലിപ്പം കുറവുള്ള സൈസിലുള്ള ഫോട്ടോ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് 8 ഐസ്ക്രീം സ്റ്റിക്കാണ് വേണ്ടത്, ഫ്രെയിമിന് വേണ്ടി മാത്രം. ബാക്കിൽ സ്റ്റാൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 1 2 ഐസ്ക്രീം സ്റ്റിക്ക് കൂടി യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു ലെയർ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് മറ്റൊരു ലെയറും കൂടി ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആ ഒരു ഫോട്ടോ വെച്ചിട്ട് കറക്റ്റ് മെഷർമെൻറ്റിൽ വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും 4 സ്റ്റിക്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് സ്റ്റിക്കേഴ്സ് വാങ്ങിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു കാർഡ്ബോർഡാണ് കേട്ടോ. അതിൽ നിന്ന് വീണ്ടും ഞാൻ സ്റ്റിക്കേഴ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 ബട്ടർഫ്ലൈയും അതുപോലെ ലവ് എന്ന് എഴുതിയിട്ടുള്ള ഒരു റൈറ്റിംഗാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഈ ഒരു വേസ്റ്റായ പേപ്പറിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ സ്റ്റിക്കേഴ്സും കറക്റ്റ് ആ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ടുള്ളൊരു ബട്ടർഫ്ലൈയും ഹാഫ് പോർഷനിലുള്ളൊരു ബട്ടർഫ്ലൈയും പിന്നെ ലവ് എന്ന് എഴുതിയിട്ടുള്ളൊരു റൈറ്റിങ്സാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഈ ഒരു ഫ്രെയിമിൻ്റെ ടോപ്പ് പോർഷനിലോ ബോട്ടം പോർഷനിലോ എവിടെ വേണമെങ്കിലും ഇതൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലവ് എന്ന് എഴുതിയിട്ടുള്ള റൈറ്റിംഗ് ഞാൻ ഫോട്ടോയുടെ മുകളിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്കിൻ്റെ മുകളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ആ ഒരു ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ഫ്രെയിമിന് സ്റ്റാൻഡ് കൊടുക്കാനായിട്ട് ബാക്കിൽ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ഇതുപോലൊരു സ്റ്റിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് പകരം 2 സ്റ്റിക്ക് ആയാലും ഒട്ടിക്കാവുന്നതാണ്. 2 സൈഡിലായിട്ട് ഇതേ രീതിയിൽ തന്നെ സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ ഒരു ലവ് എന്ന് എഴുതിയിട്ടുള്ള സ്റ്റിക്കർ ഈ ഒരു സ്റ്റിക്കിൻ്റെ മുകളിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലും സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാം കേട്ടോ. ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈസും ആ ഒരു റൈറ്റിങ്സും എല്ലാം കുറച്ചും കൂടി ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. കണ്ടില്ലേ, വളരെ സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ളൊരു ഫ്രെയിം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് കൂടുതൽ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.